ഹായ് മക്കളെ, ജെഇ അഡ്വാൻസ്ഡ് 2025 പേപ്പർ ഡിസ്കഷൻ സെക്കൻഡ് പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ കുറേയേറെ ചോദ്യങ്ങൾ പരിചയപ്പെട്ടു. ലാസ്റ്റ് വീഡിയോയിൽ ഈ വീഡിയോയിൽ നമ്മൾ ആ പേപ്പറിലെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കേട്ടോ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് എപ്പിസോഡ് ഫോർ ദ PYQ ക്വസ്റ്റ്യൻസ് ജെഇ അഡ്വാൻസ്ഡ് ലേറ്റസ്റ്റ് ആയിട്ട് 2025 നടന്ന ജെഇ അഡ്വാൻസ്ഡ് പേപ്പറിലെ ചോദ്യങ്ങളാണ് കേട്ടോ. റൈറ്റ്, സോ ദാറ്റ് ഈസ് അനദർ ക്വസ്റ്റ്യൻ. The major products obtained from the reactions in list 1 are the reactants for named reactions mentioned in list 1. ലിസ്റ്റ് 2 ഇവിടെ കിട്ടുന്ന മേജർ പ്രോഡക്ട്സ് ലിസ്റ്റ് 1 റിയാക്ഷൻസിന്റെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആണ് കേട്ടോ. The major products obtained from reactions in list 2 are the reactants for the named reactions in list 1. You need to match it. നോക്കാം. So first reaction, ഒന്നാമത്തെ റിയാക്ഷൻ നോക്കാം. We start with toluene. Toluene treated with chromyl chloride കാണുമ്പോൾ തന്നെ അറിയാം this is Ettard's reaction അല്ലെ. This is Ettard's reaction. Ettard's reaction എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. Preparation of benzaldehyde from toluene. Toluene treated with chromyl chloride. അപ്പൊ ഒരു ക്രോമിയം കോംപ്ലക്സ് കിട്ടും. അത് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ you get benzaldehyde. So the product obtained here is benzaldehyde. ഇതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്, ബെൻസാൾഡിഹൈഡ് ആണ്. അപ്പൊ ഈ ഒന്നാമത്തതിൽ കിട്ടിയിരിക്കുന്ന ബെൻസാൾഡിഹൈഡ് ഇവിടെ എവിടെ യൂസ് ചെയ്യാന്നുള്ളതാണ്. സ്റ്റീഫൻ റിഡക്ഷനിൽ സൈനോ ബെൻസീൻ ആണ്, ബെൻസോ നൈട്രൈൽ ആണ് അല്ലെ. നൈട്രൈൽസിനെ അമീൻസ് ആക്കി മാറ്റുന്ന നൈട്രൈൽസിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ ആണ് സ്റ്റീഫൻ റിഡക്ഷൻ. അപ്പോ അതല്ല, ഇവിടെ നൈട്രൈൽസ് ആണ് വരേണ്ടത്. സാൻമേയേഴ്സ് റിയാക്ഷൻ ബെൻസീൻ ഡൈസോണിയം സോൾട്ടുകൾ വേണം അല്ലെ. അപ്പോ അതല്ല. ഹോഫ്മാൻസ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ മെന്റ് ഫോർ പ്രൈമറി അമൈഡ്സിന്റെ റിയാക്ഷൻ ആണ് ഹോഫ്മാൻസ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. കാനിസാറോ റിയാക്ഷൻ വരാം അല്ലെ. കാനിസാറോ റിയാക്ഷൻ വരാം. ഇപ്പൊ ഇവിടെ 1 മാച്ച് ചെയ്യാം. കാനിസാറോ റിയാക്ഷൻ ബെൻസാൾഡിഹൈഡ്. It is an aldehyde containing no alpha hydrogen atom can undergo Cannizzaro reaction. അപ്പോ എസിനാണ് 1 വരേണ്ടത്. എസിന് 1 വരണം എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ഇത് രണ്ടും വരാം. നമുക്ക് ബി വരാം, ഡി വരാം. രണ്ടിലും എസിന് 1 ആണ്. എസിന് 1 വരുന്ന രണ്ട് ചോയ്സ് ഉണ്ട്, ബിയും ഡിയും. എന്തായാലും എയും സിയും നമ്മൾ റൂൾ ഔട്ട് ചെയ്തു കിട്ടും. അടുത്തത് സെക്കൻഡ് റിയാക്ഷൻ, ബെൻസോയിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് PCl5. ബെൻസോയിക് ആസിഡ് ട്രീറ്റഡ് വിത്ത് PCl5 ചെയ്താൽ ആദ്യം കിട്ടുന്നത് ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ ബെൻസോയിൽ ക്ലോറൈഡ് കിട്ടും. നൗ ദാറ്റ് ഈസ് ട്രീറ്റഡ് വിത്ത് അമോണിയ. You will get a bensamide. CONH2 കിട്ടും. And now that is treated with the phosphorus pentoxide heating. There will be dehydration. H2O പോകും. You will get a benzonitrile. This is the product in second reaction, and that can match with the Stephen reaction. In Stephen reaction, we take nitriles treated with the SnCl2HCl converted to imine and from there converted to aldehyde, right? അപ്പോ 2 സ്റ്റീഫൻ റിയാക്ഷനിലാണ് പീക്ക് 2 വരണം. ഇവിടെ പീക്ക് 5 ആണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ ബോക്സ്. ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഇറ്റ്സ് ഓപ്ഷൻ ബോക്സ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ, റൈറ്റ്? അപ്പോ പീക്ക് 2ഉം ഈ രണ്ട് റിയാക്ഷൻ നോക്കുമ്പോൾ ആൻസർ കിട്ടിക്കഴിഞ്ഞു കേട്ടോ. ഇതും നമ്മൾ മാച്ച് ചെയ്ത് റിവേഴ്സ് മാച്ചിങ് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ആയി കഴിഞ്ഞു. ഇനി ബാക്കിയും കൂടെ നോക്കാം. ക്യൂക്ക് 3 കറക്റ്റ് ആണോ നോക്കാം. ക്യൂക്ക് 3 കറക്റ്റ് ആണോ?
3 എന്താണ് nitrobenzene treated with iron and HCl you get aniline nitrobenzene with iron HCl നമുക്ക് aniline കിട്ടും aniline HCl NaNO2 and you get disonium salt കിട്ടും അല്ലേ you will get disonium salt N2 plus and Cl minus disonium salt കിട്ടും അതിന് Q correct ആണോ Q correct ആണ് disonium salt is matching with Q because it is an Maes reaction അപ്പൊ അത് correct ആയി കിട്ടും ഇനി R4 ശരിയാണോ നോക്കാം R4 toluene with chlorine light you get 3 products benzyl chloride കിട്ടും benzal chloride കിട്ടും benzo trichloride കിട്ടും മൂന്നെണ്ണം സാധ്യതയുണ്ട് പിന്നെ അതിന്റെ രണ്ടാമത്തെ റിയാക്ഷൻ ടോളൻസ് റിയേജന്റ് ആണ് അപ്പൊ ആൽഡിഹൈഡ് ആണ് ഉദ്ദേശം അപ്പോ ഒന്നാമത്തെ റിയാക്ഷൻ കഴിയുമ്പോൾ ഉദ്ദേശം ബെൻസാൽഡിഹൈഡ് ആണ് കാരണം അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ റിയാക്ഷൻ ഉള്ളൂ സോ ആഫ്റ്റർ ഫസ്റ്റ് റിയാക്ഷൻ യു ഗെറ്റ് ബെൻസാൽ ക്ലോറൈഡ് കിട്ടും ആദ്യം ടൊളുവീന്റെ സൈഡ് ചെയിനിൽ ക്ലോറിൻ അറ്റാക്ക് ചെയ്ത് ബെൻസാൽ ക്ലോറൈഡ് കിട്ടും അപ്പോൾ റിയാക്ടിങ് യു ഗെറ്റ് ബെൻസാൽഡിഹൈഡ് preparation of aldehyde പഠിക്കുന്നുണ്ട് benzaldehyde and that with the tolerance reagent you get a benzoic acid ഇത് oxidized ആവും benzoic acid ആവും silver mirror test and then treated with SOCl2 you get a benzoyl chloride with the SO2Cl2 sulfuryl chloride and then with the ammonia you get a benzamide then with the ammonia e chlorine പോയിട്ട് you get a benzamide R4 correct ആണോ Hoffman's degradation reaction benzamide correct ആണ് where benzamide treated for Hoffman degradation reaction you get aniline Hoffman's degradation reaction Hoffman's bromamide reaction so എല്ലാ റിയാക്ഷൻസുമായി അഞ്ചാമത്തേത് വേണമെങ്കിൽ നോക്കാം aniline treated with acetic anhydride in pyridine you get acetanilide കിട്ടും ടെക്സ്റ്റിലുള്ള റിയാക്ഷൻ ആണ് then നൈട്രേഷൻ നടത്തി പാരാനൈട്രോ അസറ്റാനിലൈഡ് കിട്ടും and then aqueous NaOH you get paranitro aniline protective nitration reaction ടെക്സ്റ്റിൽ പഠിക്കാനുണ്ട് protective nitration by acylation കിട്ടും അപ്പോ ഇത് നമുക്ക് കിട്ടുന്നത് പാരാനൈട്രോ അനിലീൻ ആണ് പാരാനൈട്രോ അനിലീന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നും ഇല്ല ഓക്കെ ഫൈൻ അടുത്ത ചോദ്യം അഗൈൻ മാച്ചിങ് ലിസ്റ്റ് ആണ് list 1 list 2 match the compound in list 1 with the appropriate observations in list 2 and choose the correct option ആദ്യത്തേത് reaction with the phenyl disonium salt giving yellow dye reaction with the phenyl disonium salt giving yellow dye disonium salt ൽ yellow dye കിട്ടണമെങ്കിൽ primary amine ആയിരിക്കണം primary aliphatic പറ്റില്ല aromatic വരണം ഇവിടെ ഒന്നാമത്തേതിൽ aromatic amine ഇല്ല ഇവിടെയും aromatic amine ഇല്ല ഇവിടെ aromatic amine ഉണ്ട് ഇതൊരു primary aromatic ആണ് ഇത് primary aromaticൽ പെടുന്നതല്ല it is a derivative of hydrazine so R ആണ് മാച്ച് ചെയ്യേണ്ടത് കേട്ടോ 1 ന് മാച്ച് ചെയ്യേണ്ടത് R ആണ് അല്ലെങ്കിൽ R ന് 1 മാച്ച് ചെയ്യണം ഇവിടെ R ന് 4 ആണ് അപ്പോ A കട്ട് ചെയ്തു ഇവിടെ R ന് 1 ആണ് ഇതെടുക്കാം ഇവിടെ R ന് 1 ആണ് ഇതെടുക്കാം ഇവിടെ R ന് 5 ആണ് അത് കട്ട് ചെയ്തു അപ്പോ A എന്ന D എന്ന ഓപ്ഷൻ കട്ട് ചെയ്തു എയും ഡിയും കട്ട് ചെയ്തു ബി ആണോ സി ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് കിട്ടും അടുത്തത് റിയാക്ഷൻ വിത്ത് ninhydrin gives purple color and it also react with FeCl3 to give violet color reaction with ninhydrin വരുമ്പോൾ അമിനോ ആസിഡ് ഉണ്ടോ എന്നുള്ളതാണ് വിഷയം സാധാരണ അമിനോ ആസിഡ്സ് ആണെങ്കിൽ പർപ്പിൾ കളർ കിട്ടും അല്ല പ്രോലൈൻ ആണ് എങ്കിൽ ഒരു ഓറഞ്ച് കളറാണ് കിട്ടുക എന്തായാലും ninhydrin ടെസ്റ്റ് ഇതാണ് ninhydrin ടെസ്റ്റ് എന്ന് പറയുന്നത്
This is ninhydrin. This is the molecule called ninhydrin. ഈ മോളിക്യൂൾ ഇതാണ് ninhydrin എന്ന് പറയുന്നത്. That react with normal amino acids. You get blue-purple complex. Blue-purple complex due to the formation of such a product. And that's a positive test indicating amino acids. Blue-purple color. ഒരു കളറും ഇല്ല എങ്കിൽ no amino acid present. Purple കളർ ആണെങ്കിൽ there is an amino acid present. അതേസമയം അമിനോ ആസിഡ് പ്രോലൈൻ ആണ് എങ്കിൽ you get yellow or orange color. പ്രോലൈൻ ആണെന്ന് വിചാരിക്കാം. വിത്ത് ninhydrin കളറിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പൊ അറിഞ്ഞിരിക്കുക ninhydrin എന്ന് പറയുന്ന മോളിക്യൂൾ ഇതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ninhydrin with amino acid you get a purple colored product, right? And this is what the reaction ninhydrin. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ninhydrin ടെസ്റ്റില് പർപ്പിൾ കളർ തരുന്നു എന്നാണ്. ഇവിടെ അമിനോ ആസിഡ് ഉണ്ട്, ഹൈഡ്രോളിസിസില്. അപ്പോ ഇതൊക്കെ പോസിബിൾ ആണ്, കിട്ടും. അതേസമയം ഇവിടെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ട്, ഗീവ്സ് ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് വയലറ്റ് കളർ എന്ന്. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഫീനോൾസ്. ഫീനോൾ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഫെറിക് ക്ലോറൈഡ് ടെസ്റ്റ് ഉള്ളൂ. ഫീനോൾ ഗ്രൂപ്പ് ഇവിടെ ഒരു സ്ഥലത്താണ് ഫിനോൾ ഗ്രൂപ്പ് ഉള്ളത്. സോ 2 മാച്ച് ചെയ്യുന്നത് പി ആയിരിക്കണം. പിക്ക് 2 മാച്ച് ചെയ്യണം. നമ്മൾ എയും ഡിയും കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. എയും ഡിയും കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ ബിയും സിയുമാണ്. അതിൽ സി പറ്റില്ല, കാരണം P5 ആണ്. ഇവിടെ 2 ഉണ്ട്. ആൻഡ് ദി ആൻസർ ഈസ് പ്രിറ്റി ക്ലിയർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. നമുക്ക് 1ഉം 2ഉം റിവേഴ്സ് കോമ്പിനേഷൻ നോക്കുമ്പോൾ തന്നെ നേരത്തെ കിട്ടിയ അതേപോലെ ആൻസർ കിട്ടിക്കഴിഞ്ഞു, കേട്ടോ. അപ്പൊ ഈ 1 വരുന്നത് R-ന് വരണം, 1 R-ന് വരണം, 2 P-ക്ക് വരണം. അത് ചെക്ക് ചെയ്യുമ്പോൾ ആൻസർ ആയി. ഇനി 3 നമുക്ക് നോക്കാം. 3 S-ലാണോ വരുന്നത് നോക്കുക. റിയാക്ഷൻ വിത്ത് ഗ്ലൂക്കോസ് വിൽ ഗീവ് കറസ്പോണ്ടിങ് ഹൈഡ്രസോൺ. Reaction with the glucose will give corresponding hydrazone. Yes, reaction with the glucose. This is phenyl hydrazine derivative. Phenyl hydrazine reacts with the glucose and of course fructose. 3 moles of phenyl hydrazine react with the glucose. You get ozazone product കിട്ടും. ഈ കാണുന്ന NH2 ഗ്രൂപ്പ് ഗ്ലൂക്കോസിൽ ഇന്ററാക്ട് ചെയ്യും. എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നത്? 3 times. It will interact 3 times. CHO, CHOH and the remaining part. ഇവിടെയാണ് റിയാക്ഷൻ നടക്കുക, കേട്ടോ. ഇവിടെയാണ് റിയാക്ഷൻ നടക്കുക. H2N NH-PH. ഇവിടെ വെച്ച് കണ്ടൻസ് ചെയ്യും. You get a first product. CH double bond N NH-PH CHOH remain. ഒരു അറ്റാക്ക് ഇവിടെ നടന്നു, റൈറ്റ്. രണ്ടാമത്തേത് എങ്ങനെയാണ്? ഇവിടെയാണ് റിയാക്ഷൻ നടക്കുക, കേട്ടോ. H2N NH-PH. ഇവിടെ വെച്ച് റിയാക്ഷൻ നടക്കും. ആൻഡ് ദ റിസൾട്ട് ഈസ് CH double bond N NH-PH. ഇത് CO ഗ്രൂപ്പ് ആയിട്ട് മാറും. ഈ കാണുന്ന ഗ്രൂപ്പ് CO ഗ്രൂപ്പ് ആയിട്ട് മാറും, കിട്ടും. CO ഗ്രൂപ്പ് ആയിട്ട് മാറും, റൈറ്റ്. ഈ കാണുന്ന ഏരിയ CO ഗ്രൂപ്പ് ആയിട്ട് മാറും, റൈറ്റ്. ആൻഡ് വാട്ട് റിസൾട്ടിങ് ഈസ് അഗെയിൻ there can be a reaction. H2N NH-PH. It will be condensing again to get the final result. CH double bond N NH-PH, C double bond N NH-PH and the remain. ഇതിനെയാണ് നമ്മൾ ozazone എന്ന് പറയുന്നത്. ozazone. So ozazone is a product formed by the reaction of 3 mole of phenyl hydrazine with 1 mole of glucose or fructose. Glucose ആണെങ്കിലും fructose ആണെങ്കിലും ഒരേ ozazone തന്നെയാണ് കിട്ടുക. ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, റൈറ്റ്. സോ 3 matches with yes, കറക്റ്റ് ആണ്, കേട്ടോ. അടുത്തത്, അപ്പൊ ഇത് നമ്മൾ ചെക്ക് ചെയ്തു, ഇത് ചെക്ക് ചെയ്തു. Q5 ശരിയാണോ നോക്കാം. Q5. After complete hydrolysis, it will give ninhydrin test and it does not give positive phthalate
ഡൈ ടെസ്റ്റ്. അഞ്ചാമത്തേത് ക്യൂവിന് കറക്റ്റ് ആണോ? ക്യൂ, ഇതാണ് ക്യൂ. After complete hydrolysis, it gives ninhydrin test. Of course, there is amino acids group ഉണ്ട്, amino acid group ഉണ്ട്. Definitely, it will give you ninhydrin test. ഒരു സംശയമില്ല. Does not give positive thalline dye test. പോസിറ്റീവ് താലിൻ ഡൈ ടെസ്റ്റ് തരുന്നില്ല എന്ന്. തരില്ല. താലിൻ ഡൈ ടെസ്റ്റ് തരണമെങ്കിൽ ആര് വേണം? താലിക് അൻഹൈഡ്രേറ്റ് വേണം. താലിക് അൻഹൈഡ്രേറ്റ് വിത്ത് ഫിനോൾ ആണെങ്കിലാണ് എന്ത് കിട്ടുക? ഫിനോൾഫ്തലീൻ ഫോം ചെയ്യുക, താലിൻ ഡൈ ടെസ്റ്റ് കിട്ടുക. ദിസ് ഈസ് നോട്ട് ഗിവിംഗ് യു എനി താലിക് അൻഹൈഡ്രേറ്റ്. താലിക് അൻഹൈഡ്രേറ്റ് കിട്ടണമെങ്കിൽ ഇവിടെയും വേണം, ഇവിടെയും വേണം. ഈ രണ്ട് ഗ്രൂപ്പ് വരുമ്പോഴാണല്ലോ താലിക് അൻഹൈഡ്രേറ്റ് ഫോം ചെയ്യുക. സോ താലിക് അൻഹൈഡ്രേറ്റ് വിത്ത് ഫിനോൾ ഇൻ സൾഫ്യൂരിക് ആസിഡ് യു ഗെറ്റ് താലിൻ ഡൈ ടെസ്റ്റ്. അപ്പൊ അതില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ക്യൂവിന് കറക്റ്റ് ആണ്. What about 4? Lysine extract on compound treated with dilute HCl followed by addition of aqueous chloride give blood red color. Blood red color കിട്ടണമെങ്കിൽ തയോസൈനേറ്റ് ഉണ്ടാവണം അല്ലെ? CNS ഉണ്ടെങ്കിലാണ് ബ്ലഡ് റെഡ് കളർ കിട്ടുക. ഇപ്പൊ കാർബൺ ഉണ്ടാവണം, നൈട്രജൻ ഉണ്ടാവണം, സൾഫർ ഉണ്ടാവണം. എവിടെയെങ്കിലും സൾഫർ കണ്ടോ? എവിടെയും കണ്ടില്ല. ഇല്ല. കാർബൺ ഉണ്ട്, നൈട്രജൻ ഉണ്ട്. നോവർ എവർ ഹിയർ യു ക്യാൻ ഫൈൻഡ് സൾഫർ. സൾഫർ എവിടെയും ഇല്ല. അതുകൊണ്ട് തന്നെ 4 എവിടെയും വരാൻ പാടില്ല. 4 ഒരു കോമ്പിനേഷനിലും വരാൻ പാടില്ല. ഇവിടെ ഒരു 4 കാണുന്നുണ്ട്, ഇവിടെ ഒരു 4 കാണുന്നുണ്ട്. ഇവിടെ എവിടെയും 4 ഇല്ല. ഈ രണ്ട് ചോയ്സിലും എവിടെയും 4 ഇല്ല കേട്ടോ. ഓക്കെ. അപ്പൊ നാലാമത്തേത് എവിടെയും വരാൻ പാടില്ല. നാലാമത്തേത് ഏത് കോമ്പിനേഷനും വരാൻ പാടില്ല. കാരണം സൾഫർ ഉണ്ടെങ്കിലേ ആ നാലാമത്തേത് പോസിബിൾ ആവുകയുള്ളൂ. ആൻഡ് ഹെൻസ് ദി ആൻസർ. ഓക്കെ, ഫൈൻ. ഓപ്ഷൻ ബി. അടുത്തത്, ഡ്യൂറിംഗ് സോഡിയം നൈട്രോപ്രൂസൈഡ് ടെസ്റ്റ് ഓഫ് സൾഫൈഡ് അയോൺ in an aqueous solution, one of the ligand coordinated to metal ion is converted to. So നൈട്രോപ്രൂസൈഡ് ടെസ്റ്റ് ആണ് കേട്ടോ. നൈട്രോപ്രൂസൈഡ് ടെസ്റ്റ് അറിയാലോ, സൾഫൈഡിനുള്ള ടെസ്റ്റ് ആണ്. What is the reaction? Lysine extract that contains sodium sulfide treated with sodium nitroprusside Na2FeCN 5 times NO. This is called sodium nitroprusside. This is called sodium nitroprusside. And that reacting with the Na2S in Lysine extract, and the result is you get a violet color. Na4FeCN 5 times NOS. You get a sodium thionitroprusside. You get a sodium thionitroprusside. എന്താ നമ്മുടെ ചോദ്യം? One of the ligands coordinated to metal ion is converted to. One of the ligand coordinated to metal ion converted to NO becomes NOS. NO becomes NOS. Option A. NO converted to NOS. Reactant molecule. റിയേജന്റ് എന്താണ്? സോഡിയം നൈട്രോപ്രൂസൈഡ് ആണ്. അത് എന്തായിട്ട് മാറുന്നു? സോഡിയം തയോനൈട്രോപ്രൂസൈഡ് ആയിട്ട് മാറും. അതിലെ ലിഗാൻഡ് NO എന്തായിട്ട് മാറുന്നു? NOS ആയിട്ട് മാറുന്നു കേട്ടോ. ഓക്കെ, അടുത്തത്, the complete hydrolysis of ICl, ClF3, BrF5 respectively gives. Hope you understand X dash when treated with water. X dash, that is interhalogen compounds. Interhalogen compounds when treated with water. ചെറിയ ആറ്റം അതിന്റെ ഹാലൈഡ് ആയിട്ട് മാറും. വലിയ ആറ്റം അതിന്റെ കറസ്പോണ്ടിങ് ഓക്സോ അയോൺ ആയിട്ട് മാറും. കറസ്പോണ്ടിങ് ഓക്സോ അയോൺ. ഫോർ എക്സാമ്പിൾ, ഈ എക്സ് ഡാഷ് ഇതാണ് ചെറിയ ആറ്റം. അത് എന്തായിട്ട് മാറും? ചെറിയ ആറ്റം എന്തായിട്ട് മാറും? ഹാലൈഡ് ആയിട്ട് മാറും. HX ഡാഷ് ആയിട്ട് മാറും. വലിയ ആറ്റം എന്തായിട്ട് മാറും? അതിന്റെ കറസ്പോണ്ടിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള ഓക്സോ ആനയോൺ അല്ലെങ്കിൽ ഓക്സോ ആസിഡ് ആയിട്ട് മാറും. സോ യു ഗെറ്റ് HOX. അപ്പോ ഇയാള് ഹാലൈഡ് അയോൺ ആയിട്ട് മാറും. വലിയ ആറ്റം എന്തായിട്ട് മാറും? സെൻട്രൽ ആറ്റം എന്തായിട്ട് മാറും? അതിന്റെ ഓക്സോ ആസിഡ് ആയിട്ട് മാറും കേട്ടോ.
Now let's see ICl. What do you get? ICl with water. ഇതാണ് ചെറിയ ആറ്റം. You get HCl and ഇതാണ് വലിയ ആറ്റം. You get HIO. എന്ന് വെച്ചാൽ IO മൈനസ്. IO മൈനസ് ഇവിടെയുണ്ട്. അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്തു. A അല്ലെങ്കിൽ C. അടുത്തത് ClF3 ആണ്. ClF3 പ്ലസ് വാട്ടർ. You get HF. ഇതാണ് ചെറിയ ആറ്റം. HF ആയിട്ട് മാറി. പിന്നെ ഈ ക്ലോറിൻ ഇത് അയഡിൻ +1 സ്റ്റേറ്റ് ആണ്. ഇവിടെ +1 സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇവിടെ ക്ലോറിൻ +3 സ്റ്റേറ്റ് ആണ്. +3 സ്റ്റേറ്റിലുള്ള ഓക്സോ ആസിഡ് ആയിട്ട് മാറും. അതായത് HClO2 ആയിട്ട് മാറും. HClO2 ക്ലോറിൻ ഇൻ +3 സ്റ്റേറ്റ്. ദാറ്റ് ഈസ് ClO2 മൈനസ്. ഇവിടെ ClO മൈനസ് ആണ്. And hence the answer is option A. IO minus ClO2 minus. നമുക്ക് മൂന്നാമത്തെയും കൂടെ ചെക്ക് ചെയ്യാം. BrF5 എന്താ സംഭവിക്കുക? BrF5 പ്ലസ് വിത്ത് വാട്ടർ. ഫ്ലൂറൈഡ് അയോൺ എന്തായിട്ട് മാറും? HF ആയിട്ട് മാറി as this case. Now here bromine +5 സ്റ്റേറ്റിലുള്ള ഓക്സോ ആസിഡ് ആയിട്ട് മാറണം. That is HbRO3. That is BrO3 minus ആയിട്ട് മാറണം കേട്ടോ. Where it is +5 state. BrO3 minus. So that is the answer. Okay. Suppose you are dealing with the IF7 treated with water. What will happen? E fluorine HF ആയിട്ട് മാറും. And iodine in the +7 state. You will get a HiO4. Iodine in the +7 state. That is IO4 minus ആയിട്ട് മാറും. Per iodate ആയിട്ട് മാറും. Okay. So whenever you deal the hydrolysis of interhalogen compounds, please keep it in mind. Among interhalogen compounds, the simpler atom, small atom, will be converted to corresponding halide, and the bigger atom will be converted to corresponding oxo acid, corresponding oxidation number. 4 oxidation numbers ആണ് അവിടെ വരിക. 1 വരും, 3 വരും, 5 വരും, 7 വരും കേട്ടോ. ഹൈപ്പോഹാലസ് ആസിഡ്, ഹാലിക് ആസിഡ്, പെർഹാലിക് ആസിഡ് 4 എണ്ണം. ഓക്കെ. അടുത്ത ചോദ്യം. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ വരും കേട്ടോ. അടുത്ത ചോദ്യം. Monocyclic compounds PQRS are major products formed in the reaction sequences given below. Okay. The product having highest number of unsaturated carbon atoms. ആദ്യത്തേത് നമ്മൾ ബ്രോമിൻ, this is HVZ reaction. കാണുമ്പോൾ തന്നെ അറിയാലോ HVZ reaction. The product obtained will be alpha പൊസിഷനിൽ ഒരു ഹാലോജൻ വരണം. So you get like this. ഇവിടെ ബ്രോമിൻ വരും. HVZ reaction. എത്ര അൺസാച്ചുറേറ്റഡ് കാർബൺ ഉണ്ട്? ഇവിടെ 6 എണ്ണം, ഇവിടെ 1 എണ്ണം, 7 എണ്ണം ഉണ്ട് കേട്ടോ. 7 അൺസാച്ചുറേറ്റഡ് കാർബൺ ഉണ്ട്. അടുത്തത് ബെൻസാൾഡിഹൈഡ് വിത്ത് ethanol. This is ethanol. Benzaldehyde with ethanol, there will be condensation, aldol condensation. The product is ഇവിടെ വെച്ച് condensing, right? You get a CH double bond CH. എത്ര അൺസാച്ചുറേഷൻ ആയി? ഇവിടെ 6 എണ്ണം, 7, 8, 9 അൺസാച്ചുറേറ്റഡ് കാർബൺ ഉണ്ട്. സോ ഇത് രണ്ടും പിയും ക്യൂ നോക്കിയാൽ ക്യൂ ആണ് ആൻസർ വരേണ്ടത്. Now coming to this side. NaNH2. Here you have acidic hydrogen. ഈ acidic hydrogen salt ആയിട്ട് മാറും. So first you get ഈ റിയാക്ഷൻ നടന്നാൽ you get this. എന്ത് കിട്ടും? C triple bond CNA എന്ന് കിട്ടും. And now that is treated with this. അപ്പോ ഈ NAയും ഈ ബ്രോമിനും കൂടെ പോവും. എന്നിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. There will be substitution and the product
subsequently obtained. എന്താ കിട്ടുക? C ട്രിപ്പിൾ ബോണ്ട് C, CH2, ഇത് CH2 കേട്ടോ, CH ഡബിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2 എന്ന് കിട്ടും. ഇനി it is treated with Hg2 plus and water, hydration of alkynes. Hydration of alkyne, ഇവിടെയാണ് ഹൈഡ്രേഷൻ നടക്കുക. ആൻഡ് യു വിൽ ഗെറ്റ്, ഇവിടെ ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ ഇത് കീറ്റോ ഗ്രൂപ്പ് ആയിട്ട് മാറും കേട്ടോ. ആൻഡ് ദ റിസൾട്ട് വിൽ ബി ഇങ്ങനെ ആയിട്ട് മാറും. യു ഗെറ്റ് C ഡബിൾ ബോണ്ട് O, CH2, CH2, CH ഡബിൾ ബോണ്ട് CH2. അപ്പൊ ടോട്ടൽ എത്രണ്ണായി? ഇവിടെ 6, 7, 2, 9 എണ്ണം. 9 എണ്ണം. ഇവിടെയും സെയിം ആണ്, ഇവിടെയും സെയിം ആണ്. സ്വാഭാവികമായിട്ടും ആൻസർ എസ് ആയിരിക്കേണ്ടതാണ്. നോക്കാം നമുക്ക്, എസ് ആയിരിക്കേണ്ടതാണ്. നൗ വാട്ട് അബൌട്ട് എസ്? എസിലേക്ക് വന്നാല് ഫസ്റ്റ് ഓസോണോലിസിസ് ആണ്. ഓസോണോലിസിസ് നടത്തിയാൽ ഇവിടെ ബ്രേക്ക് ചെയ്യും അല്ലെ? ആൻഡ് യു ഗെറ്റ് ലൈക്ക് ദിസ്, ഇങ്ങനെ കിട്ടും. ഇവിടെ കീറ്റോൺ വരും, ഇവിടെ ആൽഡിഹൈഡ് വരും. ദിസ് ഈസ് വാട്ട് ദ ഓസോണോലിസിസ് പ്രോഡക്റ്റ്. അടുത്തത് CS3MgBr2 ഇക്വിവലൻസ്. CS3MgBr2 ഇക്വിവലൻസ് അഡിഷൻ ആണ്. അപ്പോ ഈ കീറ്റോണിൽ ആഡ് ചെയ്ത് ടെർഷ്യറി ആൽക്കഹോൾ ആയിട്ട് മാറും. ആ കീറ്റോണിൽ ആഡ് ചെയ്ത് ടെർഷ്യറി ആൽക്കഹോൾ ആയിട്ട് മാറും. ഇവിടെ ടെർഷ്യറി ആൽക്കഹോൾ ആയിട്ട് മാറും. ഇവിടെ സെക്കൻഡറി ആൽക്കഹോൾ ആയിട്ട് മാറും. Now subsequently it is heated in acid medium. There will be dehydration process. The result will be like this. ഈ കാണുന്ന ഭാഗം ഇവിടെ ഡബിൾ ബോണ്ട് വരും, സേഷഫ് റൂൾ. ആൻഡ് ഇവിടെ ഡബിൾ ബോണ്ട് വരും. ഇവിടെ ഒരു അൺസാച്ചുറേഷൻ ഉണ്ടാവും, ഇവിടെ ഒരു അൺസാച്ചുറേഷൻ. ഡീഹൈഡ്രേഷൻ പ്രോസസ്. അപ്പൊ എത്രയായി? ഇവിടെ 6, 7, 8, 9, 10. Yes, that is the answer. That contain maximum number of unsaturation, and the answer is yes. Option D is the correct answer. So ഇവിടെ വരുന്നത് 7 unsaturation, 6ഉം 1ഉം 7, ഇവിടെ 6ഉം 8ഉം 9, ഇവിടെ 6ഉം 7ഉം 9, ഇവിടെ 6, 8, 10. 10 unsaturated carbons വരും. ആൻസർ ദ ലാസ്റ്റ് പ്രോഡക്റ്റ് എസ് കേട്ടോ, ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്തത് ദ കറക്റ്റ് റിയാക്ഷൻ or reaction sequence that will produce a dicarboxylic acid as the major product is. Dicarboxylic acid കിട്ടണം കേട്ടോ. ഇതില് ഒന്നാമത്തെ സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ ഈ ക്ലോറിൻ പോയിട്ട് അവിടെ സയനൈഡ് വരും. ഇനി അതിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ അവിടെ എന്തായിട്ട് മാറും? അവിടെ നമുക്ക് ആസിഡ് ലഭിക്കും. അപ്പോ HOCOOH എന്ന് കിട്ടും. വി ഡോണ്ട് ഗെറ്റ് എ ഡൈകാർബോക്സിലിക് ആസിഡ്. ഡൈകാർബോക്സിലിക് ആസിഡ് കിട്ടില്ല. എ ആൻസർ അല്ല. ഇനി ഇത് ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് വിത്ത് ബ്രോമിൻ യു ഗെറ്റ് COOH, യു ഗെറ്റ് ഗ്ലൂക്കോണിക് ആസിഡ്. ഈ ഗ്രൂപ്പ് COOH ആയിട്ട് മാറും, അത്രയേ ഉള്ളൂ. ബാക്കിയൊന്നും മാറ്റമില്ല കേട്ടോ, ടെക്സ്റ്റിൽ ഉള്ളത് തന്നെയാണ്. യു ഗെറ്റ് മോണോകാർബോക്സിലിക് ആസിഡ്, അതും ആൻസർ അല്ല. യു ഗെറ്റ് ഗ്ലൂക്കോണിക് ആസിഡ്. Coming to C, treated with KOH ethanol, there will be elimination reaction. അപ്പൊ ഒന്നാമത്തെ റിയാക്ഷൻ നടന്നാല് you will get a elimination reaction. You get cyclohexane. Now that is treated with the KMnO4. That is the answer. It will be breaking over here. ഈ രണ്ട് കാർബൺ COOH ഗ്രൂപ്പ് ആയിട്ട് മാറും. You get adipic acid. Hexane dioic acid. You get adipic acid, hexane dioic acid, and that is the answer. Okay. Any more than one choice ആണോ?
എന്തായാലും ലാസ്റ്റും കൂടെ നോക്കാം. ദിസ് ഈസ് ട്രീറ്റഡ് വിത്ത് ക്രോമിക് ആസിഡ്. ക്രോമിക് ആസിഡിൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ദാറ്റ് ഈസ് നോട്ട് ദി ആൻസർ അല്ല കേട്ടോ. ഇവിടെ ഒന്നും സംഭവിക്കില്ല. ദിസ് വിൽ ബി കൺവേർട്ടഡ് ടു COOH. യു ഗെറ്റ് മോണോകാർബോക്സിലിക് ആസിഡ്. സോ A അല്ല, B അല്ല, D അല്ല, C യിലാണ് ലഭിക്കുക. യു ഗെറ്റ് ഹെക്സൈൻ ഡൈഓയിക് ആസിഡ് ആൻഡ് ദാറ്റ് ഈസ് അഡിപ്പിക് ആസിഡ്. ഓക്കെ, അടുത്ത ചോദ്യം. The correct statement or statements about intermolecular forces is or are: the potential energy between 2 point charges approaches zero more rapidly than potential energy between a point dipole and a point charge as the distance between them approaches infinity. ഇപ്പൊ രണ്ട് പോയിന്റ് ചാർജ് ആണെങ്കിൽ, അതായത് പ്ലസും മൈനസും ആണെങ്കിൽ, interaction energy is inversely proportional to R ആണ്. അതേസമയം ഒരു അയോണും, this is ion കിട്ടോ, this is ion interaction ഇങ്ങനെയാണെങ്കിൽ, you have a point dipole and a point charge, that is an ion and dipole. Ion dipole interaction energy എന്ന് പറയുന്നത് 1/r² ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്? The potential energy between 2 point charges approach zero more rapidly than ഇത് approaches zero more rapidly than ഇത് as the distance approaches infinity. തെറ്റാണ്. It's a wrong statement. Here it more rapidly approaches zero കാരണം ഡിനോമിനേറ്ററിൽ r² ആണ്. So in the second case, it approaches more rapidly to zero as r go to infinity. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നേരെ തിരിച്ചാണ് ശരി കേട്ടോ. അപ്പൊ ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. We want the correct statement. The average potential energy of two rotating polar molecules that are separated by a distance r is 1/r⁻3. തെറ്റാണ്. This is not for rotating polar molecules. It is for stationary polar molecules. Stationary polar molecules, for example, HCl in the solid state. Suppose you take HCl in the solid state, it is 1/r⁻3 correct ആണ്. അല്ലെങ്കിൽ 1/r⁻6 ആണ് കേട്ടോ. ഈ proportional to 1/r⁻6 ആണ്. ഓക്കെ, സ്റ്റേഷനറി പോളാർ മോളിക്യൂൾസ് ആണെങ്കിൽ ഇറ്റ് ഈസ് 1/r⁻3. കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. അപ്പൊ ഇതും തെറ്റാണ് കേട്ടോ. അടുത്തത്, the dipole induced dipole average interaction energy is independent of temperature. ഇത് കറക്റ്റ് ആണ്. ടെമ്പറേച്ചറിന് അവിടെ റോൾ ഒന്നുമില്ല. അടുത്തത്, നോൺ പോളാർ മോളിക്യൂൾസ് അട്രാക്ട് വൺ അനദർ ഈവൻ ദോ നെയ്തർ ഹാസ് എ പെർമനന്റ് dipole. Of course, when they come to a close vicinity, non-polar molecules ആണെങ്കിൽ പോലും when they come to a close vicinity in the range of 500 picometer, there will be molecular interaction. അതാണല്ലോ എന്താ പറയുക, റിയൽ ഗ്യാസസിന്റെ ബിഹേവിയർ തന്നെ അത് തന്നെയാണ്. ഐഡിയൽ, എന്തുകൊണ്ട് ഒരു ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, when the molecules are coming to a close vicinity, they start attracting each other and thereby violation of kinetic theory of gases. Right? Appo when they come close, there will be a momentary polarization and attraction starts operating. Right? Appo C യും D യും ആണ് കറക്റ്റ്, A യും B യും തെറ്റാണ്. A റിവേഴ്സ് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി. ഇവിടെ 1/r⁻3 അല്ല 1/r⁻6 എന്ന് വരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The compound or compounds with the pH bond H3PO4 എന്ന് വെച്ച് കഴിഞ്ഞാല് ഫോസ്ഫോറിക് ആസിഡ്, ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. ഒരു PO ഡബിൾ ബോണ്ട് ഉണ്ടാവണം, ഒരു POH ഉണ്ടാവണം, ബാക്കി 3 ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. സോ യു ഗീവ് ലൈക്ക് ദിസ്. ഇതാണ് H3PO4, ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ്. pH ബോണ്ട് ഇല്ല കേട്ടോ. There is no pH bond. Coming to H3PO3, there is a PO double bond and a tetrahedral system. ഒരു POH. ഇനി ഒരു POH കൂടെ കൊടുക്കാം. ഓക്സിജൻ കഴിഞ്ഞു, ഇനി ഒരു ഹൈഡ്രജനും കൊടുക്കാം. So there is a pH bond. ഒരു reducing hydrogen ഉണ്ട്.
ഫോസ്ഫോറസ് ആസിഡ്, ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ്, ഒരു PH ബോണ്ട് ഉണ്ട് കേട്ടോ. അടുത്തത് H4P2O7 പൈറോഫോസ്ഫോറിക് ആസിഡ്. പൈറോഫോസ്ഫോറിക് ആസിഡ് ഇങ്ങനെയാണ് കിട്ടും. പൈറോഫോസ്ഫോറിക് ആസിഡ്, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഓക്സിജൻ, OH 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 OH. H4P2O7 ഇതില് PH ബോണ്ട് ഇല്ല കേട്ടോ. Now H3PO2, H3PO2, there is a PO double bond and tetrahedral system. Oxygen കഴിഞ്ഞു, ഇനി രണ്ട് ഹൈഡ്രജൻ. There are two reducing hydrogen. So you can easily understand ഇവിടെ ഒരു reducing hydrogen ഉണ്ട്, ഇവിടെയും ഒരു reducing hydrogen ഉണ്ട്. And in fact this is the power, relatively powerful reducing acid among the oxo acids of phosphorus. Anyway, നമ്മുടെ ആൻസർ വരേണ്ടത് ഏതാണ്? PH ബോണ്ട് ഉള്ളത് ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട് കേട്ടോ. So the answer is option B and option D. ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും, എയിലും സിയിലും PH ബോണ്ട് ഇല്ല. ഓക്കെ, അടുത്തത്. For the reaction sequence given below, the correct statements is or are. Correct statements is or are. ഒന്നാമത്തെ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കാർബൺ കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. കാർബോക്സിലിക് ആസിഡ് ആയിട്ട് മാറും. യു ഗെറ്റ് താലിക് ആസിഡ്. സൈഡ് ചെയിൻ ഓക്സിഡേഷൻ. Talic acid. Okay, and now that treated with ammonia, you get ammonium thalate. ചൂടാക്കുക, വാട്ടർ പോയി കഴിഞ്ഞാൽ you get thalamide. That is X. X is nothing but thalamide. You get CONH2. ഇതാണ് X. You get thalamide. Now അടുത്തത് thalamide strong heating. You will get a molecule of ammonia boost. ഇതിൽ നിന്ന് ഒരു അമോണിയ പോയിട്ട് you will get thalamide. ഈ ഒന്നാമത്തെ റിയാക്ഷൻ നടന്നാല് you get thalamide. Thalamide is familiar to you. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണ് കേട്ടോ. You get thalamide. This is called thalamide. ഇനി that is treated with ethanolic KOH. You get potassium thalamide. This will turn potassium thalamide. Thalamide will turn potassium thalamide. ഇങ്ങനെ ആയിട്ട് മാറും potassium thalamide. And then treated with RBR, there will be a nucleophilic attack. You get alkyl thalamide. Hope everybody remember it is Gabriel reaction. It is Gabriel reaction. N-alkyl thalamide. This is N-alkyl thalamide. Adana Y. N-alkyl thalamide. Now that is alcoholic. It is alkaline hydrolysis. നടത്തി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യും, ഇങ്ങനെ ബ്രേക്ക് ചെയ്യും. And this part of the molecule converted to amine, primary amine ആയിട്ട് മാറും. അലിഫാറ്റിക് പ്രൈമറി അമീൻ ആയിട്ട് മാറും. ഒരു aromatic കോമ്പൗണ്ടും ഇസഡും. So Z is aliphatic primary amine. And what is aromatic compound? Aromatic compound is sodium salt of phthalic acid. You get phthalic acid. ഇതാണ് aromatic compound. ഇനി ചോദ്യത്തിലേക്ക് പോവാം. Both X and Y are oxygen containing compounds. ഇതാണ് X, ഇതാണ് Y. ഇതാണ് Y. Both are oxygen containing compounds. Yes, ഇവിടെ ഓക്സിജൻ ഉണ്ട്, ഇവിടെയും ഓക്സിജൻ ഉണ്ട്. അപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് കേട്ടോ. 2, Y on heating with chloroform alkali forms isocyanide. Y on heating with chloroform alkali form isocyanide. തെറ്റാണ്. This is carbylamine reaction. Answered by primary amines. ഇത്
പ്രൈമറി അമീൻ അല്ലല്ലോ. അപ്പോ ഇത് തെറ്റാണ് കേട്ടോ, തെറ്റാണ്. Z reacts with the Hinsberg reagent. Z reacts with the Hinsberg reagent. Exactly. Z reacts with the Hinsberg reagent. That is benzene sulfonyl chloride. First you get a solid product which dissolve in alkali, giving that acidic character dissolves in alkali. Primary amines in the test. Primary amine ആണ് ഈ കിട്ടിയിരിക്കുന്നത്. Primary amine react with the Hinsberg reagent. You get a solid product which is soluble in alkali. Secondary amine ആണെങ്കിലോ again it react with the Hinsberg reagent. You get a solid product which is insoluble in alkali. While a tertiary amine does not react. Hinsberg test പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ C correct ആണ് കേട്ടോ. അടുത്തത് Z is an aromatic primary amine. അല്ല, aromatic ഇത് നമ്മൾ പഠിക്കുന്ന എഴുതിയ റിയാക്ഷൻ Gabriel reaction ആണ്. Gabriel reaction is unfit for aromatic amines. It is applicable only for aliphatic amine as it is a nucleophilic substitution reaction. അപ്പോ ഇത് ഒരിക്കലും എന്ത് വരില്ല, ഇത് എപ്പോഴും എന്താണ്, aliphatic ആണ്. This is aliphatic amine. Aromatic amine അവിടെ വരില്ല. അപ്പൊ അത് തെറ്റാണ്. So the answer is എയും സിയും. എയും സിയും. ഓക്കെ, ഫൈൻ. അടുത്ത ചോദ്യം. For the reaction sequence given below, the correct statement is or are. Correct statement is or are. PH ഇതൊരു എസ്റ്റർ ആണ് കേട്ടോ. എസ്റ്റർ reduced with lithium aluminum hydride. എസ്റ്റർ reduced with lithium aluminum hydride എന്തായിട്ട് മാറും? ആൽക്കഹോൾ ആയിട്ട് മാറും. So what is P? P will be like this. PH CH2OH CH2OH. നോക്കാം, ഈ കാർബൺ CH2OH ആയിട്ട് മാറും. അതുപോലെ ഈ കാർബൺ CH2OH ആയിട്ട് മാറും. ദാറ്റ് ഈസ് P. ഇതാണ് P കേട്ടോ. ഇറ്റ് ഈസ് റിയാക്ടിങ് ഓവർ ഹിയർ, റിഡക്ഷൻ ഓവർ ester region. Now P to Q, that is oxidation using John's reagent. ഇത് ആസിഡ് ഗ്രൂപ്പ് ആയിട്ട് മാറും കേട്ടോ. So what is Q? Q is ഇത് ആസിഡ് ഗ്രൂപ്പ് ആയിട്ട് മാറും. ആസിഡ് ഗ്രൂപ്പ് ആയിട്ട് മാറും. That is Q. Now treated with NaOH, decarboxylation reaction. Decarboxylation reaction. എന്ത് സംഭവിക്കും? ഇത് രണ്ടും ഇല്ലാണ്ടാവും. കാർബോക്സിൽ ഗ്രൂപ്പ് ഇല്ലാണ്ടാവും. വാട്ട് ഈസ് R? PH like this. ഈ ഗ്രൂപ്പ് അങ്ങ് സ്ഥലം വിടും. You get this. This is R. This is R. Now P2S. P2S. P2S എന്താണ്? Dehydration ആണ്. Dehydration you will get a alkene. Dehydration you will get a alkene. You get a double bond over here. So S is like this. PH S is like this. ഇങ്ങനെ കിട്ടും. That is S. ഇതാണ് S. Okay. അപ്പൊ എല്ലാം ആയി. ഇനി നോക്കാം നമുക്ക്. A, P is optically active. P is optically active. ഈ കാർബൺ ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഇത് തെറ്റാണ്. There is no chirality. കാരണം ഈ രണ്ട് ഗ്രൂപ്പും സെയിം അല്ലേടാ. അപ്പൊ അല്ല. B, S gives Bayer's test. S gives Bayer's test. Yes, there is unsaturation. ഇത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. S is a alkene and it will give Bayer's test. എന്താ Bayer's test? Reaction with cold dilute alkaline KMnO4 where it undergo decolorization you get a vicinal diol കിട്ടും. അപ്പോ അത് കറക്റ്റ് ആണ്. What about C? Q gives effervescence with aqueous NaHCO3. Q give effervescence. Exactly തരുമല്ലോ. കാരണം കാർബോക്സിലിക് ആസിഡ് ആണ്. ആസിഡ്സിന്റെ ഏറ്റവും സിമ്പിൾ ടെസ്റ്റ് ആണ് റിയാക്ഷൻ ഗിവിംഗ് effervescence with sodium bicarbonate. ഇത് ശരിയാണ്. Now R is an alkyne. R is an alkyne. തെറ്റാണ്. R is an
or is not an alkyne. Alkane ആണ്. ബെൻസീൻ ഉണ്ട്, സൈഡ് ചെയിൻ ആൽക്കെയിൻ ആണ്. ഡി തെറ്റാണ്. ആൻസർ ഈസ് ബിയും സിയും. ഓക്കെ, അടുത്ത ചോദ്യം. That's a question from solid state chemistry. The density in gram per centimeter cube of the metal which forms a cubic close packed lattice with an axial distance edge length equal to 400 picometer. Cubic close packed density യുടെ ഫോർമുല അറിയാലോ അല്ലെ? ഡെൻസിറ്റി D equal to Zm by NaA cube എന്നാണ്. This is the formula for density. Okay, straight calculation ആണ്. Now CCP റാങ്ക് വരുന്നത് 4 വരണം കിട്ടും. So it is 4 into മോളാർ മാസ് തന്നിട്ടുണ്ട് 105.6 ഡിവൈഡഡ് ബൈ അവഗാഡ്രോ കോൺസ്റ്റന്റ് 6 into 10 power 23 into A edge length A 400 picometer. So that is 400 into 10 power minus 12 meters. നമുക്ക് ഇവിടെ വേണ്ടത് സെന്റിമീറ്ററിലാണ്. So minus 10 centimeters the whole cube. അപ്പൊ എന്ത് വരും? 4 into 105.5 divided by 6 into 10 power 23 into, this can be taken as 4 into 10 power minus 8. ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ 4 ക്യൂബായി 10 power minus 8 3 24 10 power minus 24 ആയി അല്ലെ? അപ്പോൾ 23യും 24ഉം ക്യാൻസൽ ചെയ്തു. അപ്പൊ ഒരു 10 power minus 1 വരും. അത് മുകളിലേക്ക് പോയാൽ ഇവിടെ നമുക്ക് 105.6 ആണ് അല്ലെ? 105.6 ആണ്. അപ്പൊ അതിനെ നമുക്ക് 1056 എന്ന് എഴുതാം. ഒരു 4 ക്യാൻസലായി. 1056 6 കട്ട് ചെയ്യുമ്പോ 1 45 6 7 42 176 ഇവിടെ 4 16 ആണ്. 16 ക്യാൻസൽ ചെയ്യുമ്പോൾ 1 ഒരെണ്ണമുണ്ട് 16 എന്ന ആൻസർ കിട്ടും. 11 എന്ന ആൻസർ കിട്ടും. 11. യെസ്, 11 is the answer. 11 is the answer. സോ ഇതില് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഈ ഫോർമുല എടുക്കുക, നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, you get the answer. Even seems calculation is pretty simple. Okay, അടുത്ത ചോദ്യം. The solubility of barium iodate in an aqueous solution prepared by mixing 200 ml 0.01 molar barium nitrate with 100 ml 0.1 molar barium iodate is x into 10 power minus 6 mole per decimeter cube. The value of x is, solubility product constant of barium iodate is given. So this is equal to Ba2 plus into IO3 minus square. Now the reaction is between barium nitrate with the sodium iodate. You will get a barium iodate plus sodium nitrate. അപ്പൊ ഇവിടെ ഒരു 2 വരണം, ഇവിടെ ഒരു 2 വരണം. So 1 mole react with 2 mole. ഇവിടെ ബേരിയം നൈട്രേറ്റ് എടുത്തിരിക്കുന്നത് 200 ml 0.01 എന്ന് പറയുമ്പോൾ 200 into 2 millimole ആണ്. Barium nitrate is 2 millimole ആണ്. What about sodium iodate? 100 ml 0.1 എന്ന് വെച്ചാൽ 10 millimole ആണ്. 10 millimole. Now 1 react with 2, 2 react with 4. ഇവിടെ 2 react ചെയ്യും, nil remaining. ഇവിടെ 4 react ചെയ്യും, 6 millimole remaining. അപ്പോൾ സോഡിയം അയോഡേറ്റ് 6 millimole ബാക്കി ഉണ്ടാവും. ഓക്കെ, സോഡിയം അയോഡേറ്റ് 6 millimole ബാക്കി ഉണ്ടാവും. That means iodate
That means IO3 minus 6 millimole ബാക്കി ഉണ്ടാവും. So what is the concentration? 6 millimole. 6 divided by volume in milliliter. 100 200. 6 divided by 100 plus 200. 6 divided by 300 എന്ന് വെച്ചാൽ 2 into 10 power minus 2 molar. This is the concentration of iodate in the solution. So concentration of iodate in the solution is 2 into 10 power minus 2. And the quantity of this, that will be solubility. So S into this square is equal to 1.58 into 10 power minus 9. ഇതെന്ത് വരും? 1.58 into 10 power minus 9 equal to S into 4 into 10 power minus 4. അല്ലെ? So ഇത് cancel ആവും, minus 5 വരും. Therefore S is equal to 1.58 into 10 power minus 5 divided by 4. നമുക്ക് ആൻസർ വേണ്ടത് 10 power minus 6ലാണ്. So ഇങ്ങനെ എഴുതാം, 15.8 into 10 power minus 6 divided by 4. So this is the answer. That is the answer. എന്ത് വരും ഇടാം? 5 3 12 38 38 4 36 3.95 എന്ന ആൻസർ വരണം. 3.95 എന്ന ആൻസർ വരണം. 3.95. That is the answer. Right? Once again, ഇതാണ് KSP റിലേഷൻഷിപ്പ്. ഇതിന്റെ ക്വാണ്ടിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈ ക്വാണ്ടിറ്റി നമുക്ക് അറിയണം. അതെങ്ങനെ അറിയും? There is a data given. Barium nitrate reacting with sodium iodate. Barium nitrate 2 millimole ആണ്. According to the question, ഇത് 10 millimole ആണ്. 2 react with 4 and 10 millimole, 6 millimole remains. So sodium iodate 6 millimole ബാക്കി ഉണ്ടാവും. That means iodate 6 millimole ബാക്കി ഉണ്ടാവും. Convert into concentration by volume. അപ്പൊ നമുക്ക് iodate concentration കിട്ടി. Iodate concentration കിട്ടിയാൽ you can find out the concentration of barium, which is nothing but solubility. Okay, right. അടുത്തത്, adsorption of phenol from aqueous solution onto fly ash obeys Freundlich adsorption isotherm. Surface chemistry യിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. At a given temperature from 10 milligram per gram and 16 milligram per gram aqueous phenol solutions, the concentration of adsorbed phenol are measured to be 4 milligram per gram and 10 milligram per gram respectively. At this temperature, the concentration of adsorbed phenol from 20 milligram per gram aqueous solution of phenol will be. So, Freundlich adsorption isotherm, X by M equal to K C raised to 1 by N. X by M equal to K C raised to 1 by N. Taking log on both sides, log X by M equal to log K plus 1 by N log C എന്ന് കിട്ടും. ഓക്കെ, ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. At a given temperature from 10 milligram per gram and 16 milligram per gram aqueous phenol solution, concentration of adsorbed phenol are measured to be. ഇതിൽ നിന്നും അബ്സോർബ് ചെയ്തത് ഇത്ര, ഇതിൽ നിന്നും അബ്സോർബ് ചെയ്തത് ഇത്ര. So you can frame two formulae, that is log 4. ഈ x by m എന്ന് പറയുന്നത് 4. log 4 equal to log k plus 1 by n log ഇത് 10. This is the solution concentration. This is concentration, you know, that is 10. That is equation number 1. അടുത്തത് അതേപോലെ log 10 equal to, ഇതാണ് adsorbed quantity, equal to log k plus
1 by n log E quantity 16. That is equation 2. Okay. Now log 4 എന്ന് പറയുമ്പോൾ log 4 എന്ന് വെച്ചാൽ log 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ log 2 സ്ക്വയർ അല്ലെ, log 2 സ്ക്വയർ that is equal to 2 log 2. Log 2 is 0.3 അല്ലെ, log 2 is 0.3. 0.3 into 2 0.6. 0.6 equal to log k plus 1 by n log 10 is 1. Log 10 is 1. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. അടുത്തത് log 10 1. Log 10 1 is equal to log k plus 1 by n log 16. Log 16 എന്താ വരിക? log 16. log 16 എന്ന് വെച്ച് കഴിഞ്ഞാൽ log 4 സ്ക്വയർ ആണ്. log 4 സ്ക്വയർ that is 2 log 4. log 4 0.6 ആണ്. 2 into 0.6 that is 1.2. 1.2. So log 16 equal to 1.2 കിട്ടും. log 16 equal to 1.2. അപ്പൊ ഇവിടെ ഒരു 1.2 വരും. 1.2 വരും. Right? Now this is equation 2. Subtract 2 minus 1. Subtract 2 minus 1. You get 1 minus 0.6. That is 0.4. Log k cancels. Log k cancels. 1.2 into 1 by n minus 1 by n. അപ്പോൾ 0.2 1 by n കിട്ടും. 0.2 1 by n കിട്ടും. Therefore 1 by n equal to 0.4 by 0.2 2 എന്ന് കിട്ടും. 1 by n equal to 2 എന്ന് കിട്ടും. 1 by n. Okay. Now 1 by n 2 കിട്ടിക്കഴിഞ്ഞാൽ log k കണ്ടുപിടിക്കാം. 1 by n 2 കിട്ടിക്കഴിഞ്ഞാൽ log k കണ്ടുപിടിക്കാം. എങ്ങനെയാ? Apply in this formula. 0.6 equal to log k plus 1 by n. 1 by n is 2. So what is log k? Log k equal to 0.6 minus 2. That is minus 1.4. That is log k. Okay, log k. Now we can go through the final calculation. At this temperature, the concentration of adsorbed phenol from 20 milligram per gram of aqueous solution will be. That is final calculation. Final calculation, that is log x by m equal to log k minus 1.4 plus 1 by n 2 into log 20. Right? So what will be log 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ log 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ log 2 plus log 10 1.3 അല്ലേ 1.3. So it is minus 1.4 plus 2 into 1.3. That is minus 1.4 plus 2.6. That is 1.2. So log x by m equal to 1.2. Log x by m equal to 1.2. Log x by m equal to 1.2. So what is x by m? X by m will be 16. X by m will be 16. നോക്കടാ log 1.2. Log x by m equal to 1.2. What is x by m? X by m is 60. Anti-log of 1.2. Anti-log of 1.2 will be 60. Answer is 60. 16 is the answer. 16 is the answer. Okay. So I repeat, from the two conditions you can find out 1 by n, and from that you can find out log k. From that you can find out the last asked question.
and the basic formula is this one and this one. അപ്പൊ അപ്ലൈ ദിസ് ഫോർമുല ഈ രണ്ട് സിറ്റുവേഷൻ അപ്ലൈ ചെയ്യാം. 1/n കണ്ടുപിടിക്കുക. അത് വീണ്ടും അപ്ലൈ ചെയ്യുക. log k കണ്ടുപിടിക്കുക. അത് ഉപയോഗിച്ച് ഫൈനൽ സ്റ്റെപ്പ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് consider a reaction A plus R giving product. The rate of this reaction is measured to be KAR. At the start of the reaction, the concentration of R naught is 10 times concentration of A naught. The reaction can be considered to be pseudo first order reaction with assumption KR is equal to K dash. Due to this assumption, the relative error in the rate when this reaction is 40% complete. So A plus R giving product. ഇത് 1 ആണെങ്കിൽ ഇത് 10 ആണ് അല്ലെ? നോക്ക്, concentration of R is 10 times that of A. Okay, 40% റിയാക്ഷൻ നടത്തുന്ന സമയത്തുണ്ടാകുന്ന റിലേറ്റീവ് എറർ ഡ്യൂ ടു സ്യൂഡോ കൺസിഡറേഷൻ ആണ് ചോദ്യം. അപ്പൊ 40% എന്ന് പറയുമ്പോൾ 0.4 റിയാക്ട് ചെയ്യും, 0.6 ബാക്കി ഉണ്ടാവും. ഇവിടെയും 0.4 റിയാക്ട് ചെയ്യും, 9.6 ബാക്കി ഉണ്ടാവും. റൈറ്റ്? ഇനി അത് സ്യൂഡോ ആയിട്ട് കൺസിഡർ ചെയ്താൽ, സ്യൂഡോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ R ഈക്വൽ ടു K ഇൻറ്റു 0.6 ഇൻറ്റു 9.6 എന്ന് വരും. ഇതാണ് സ്യൂഡോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എങ്കിൽ. ഇനി സ്യൂഡോ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലോ R ഡാഷ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു 0.6 K ഇൻറ്റു 0.6 ആൻഡ് K R dash is equal to K dash. K R dash is equal to K dash. ഇവിടെ ഇതിന്റെ ക്വാണ്ടിറ്റി ഇത് 9.6 നിയർലി 10 എന്നെടുക്കുക. 9.6 നിയർലി 10 എന്നെടുക്കുക. That means ഇവിടെ എന്ത് വരും? ഈ 9.6 പകരം 10 വരും. 9.6 പകരം 10 വരും. Right? Taking pseudo character. That means this is assumed to be excess. R is assumed to be excess. Right? അപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത് എങ്കിൽ this will be 0.6 into 10 6 എന്ന് വരും. ഇങ്ങനെയാണ് എടുക്കുന്നത് എങ്കിൽ 36 36 96 4 3 57 5.76 എന്ന് വരും. So assuming pseudo character, that means the concentration of R remain unchanged, or concentration of R does not play a role in rate of reaction. അങ്ങനെ എടുത്താൽ റേറ്റ് ഇത് വരും. അതല്ല, ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ റേറ്റ് ഇത് വരും. അങ്ങനെ എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റിലേറ്റീവ് എറർ എത്ര എന്നാണ് ചോദ്യം. Very simple. It will be 6 minus 5.76 divided by 5.76 into 100. പെർസെന്റേജിലെ വേണ്ടത് കേട്ടോ. പെർസെന്റേജ് എറർ ആണ്. എത്ര വരും? 5.76 minus 6 എന്ന് പറയാം. 6 minus 5.24 അല്ലെ? 0.24 into 100 divided by 5.76 എന്ന് വെച്ചാൽ 24 by 5.76. 6 4 24, nearly 4, slightly more than 4. Option is 4.17. I will repeat. നോക്കുക. The rate of this reaction measured to be like this. That means first order to this, first order to that. At the start of reaction, concentration of R is 10 times concentration of A. Concentration of R is 10 times concentration of A. The reaction can be considered to be pseudo first order reaction with assumption that KR equal to K dash. Appo endu varum? R equal to K dash A ennu matram varum. K dash A ennu matram varum. Pseudo ആയിട്ട് എടുത്താൽ
R equal to K dash into A എന്ന് മാത്രം വരും. What is this K dash? K dash is K into R. Okay, pseudo kinetics. അങ്ങനെ എടുത്താൽ due to this assumption, due to pseudo assumption, what is the relative error എന്നാണ് ചോദ്യം. pseudo ആയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. നോക്ക്, ഇതാണ് നോക്ക്, K dash. K dash is equal to K into R. What is K into R? This is K dash. എത്രയാണ്? 10 into K. That means considering pseudo. That means a change in concentration of R does not affect the rate of the reaction. So concentration of R 10 ആയിട്ട് തന്നെ എടുക്കുന്നു. അപ്പോ 10 into K, അതാണ് K dash ആയിട്ട് വരും. അപ്പൊ നോക്കിയേ, 10 into 0.6 6 എന്ന് കിട്ടും. എങ്ങനെ 0.6 വന്നത്? We are talking about 40% reaction. 1 എടുത്തു, 40% റിയാക്ട് ചെയ്തു, 0.6 ബാക്കിയുണ്ട്. ഇവിടെ 10.4 റിയാക്ട് ചെയ്തു, 9.6 ബാക്കിയുണ്ട്. ഇതാണ് റിയൽ, ഇതാണ് സ്യൂഡോ. ഇത് റിയൽ, ഇത് സ്യൂഡോ. ഓക്കെ, അപ്പൊ സ്യൂഡോ എന്ന് എടുത്തു കഴിഞ്ഞാൽ 0.6 into 10 6 എന്ന് വരും. റിയലി എടുത്തു കഴിഞ്ഞാൽ 0.6 into 9.6 5.6 എന്ന് വരും. അവിടെ വരുന്ന റിലേറ്റീവ് എറർ പെർസെന്റേജ് എത്ര എന്നാണ് ചോദ്യം. അപ്പൊ എങ്ങനെ ചെയ്യാം? 6 minus 5.76 divided by 5.76. Okay, you are launching to an answer slightly more than 7. കൃത്യമായിട്ട് വർക്ക്ഔട്ട് ചെയ്താൽ 4.17 എന്ന ആൻസറിലേക്ക് ലാൻഡ് ചെയ്യാം. ഓക്കെ, അടുത്ത ചോദ്യം. At 300 Kelvin, an ideal dilute solution of macromolecule exerts osmotic pressure, that is expressed in terms of height of solution, density തന്നിട്ടുണ്ട്, where H is equal to 2 centimeter. If concentration of dilute solution of macromolecule is 2 gram per decimeter cube, the molar mass of macromolecule is calculated to be x into 10 power 4 etc. എന്നാണ് ചോദ്യം. അപ്പൊ എന്താ ഫോർമുല? Pi equal to CRT, that is pi equal to N by V RT, that is pi equal to WRT by MV. നമുക്ക് ഇതാണ് കാണേണ്ടത് കേട്ടോ. Therefore M is equal to WRT by pi into V. W എത്രയാണ്? 2 ആണ്. W തന്നിട്ടുണ്ട് 2, R തന്നിട്ടുണ്ട് 8.3, ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് 300 Kelvin. വോള്യൂം എത്രയാണ്? 2 gram per decimeter cube. 2 gram per decimeter cube. ഇത് ജൂൾസിലാണ്, അപ്പൊ അതും SI സിസ്റ്റത്തിലേക്ക് മാറ്റുക. ഡെസിമീറ്റർ ക്യൂബ് മീറ്ററിലേക്ക് മാറ്റിയാൽ ഡെസിമീറ്റർ ക്യൂബ് per decimeter cube. മീറ്ററിലേക്ക് മാറ്റിയാൽ 0.1, that is 10 power minus 1 meter raised to 3. അപ്പോ എന്ത് വരും? അപ്പോൾ എന്ത് വരും? ഡെസിമീറ്റർ ക്യൂബ് 0.1 മീറ്റർ ക്യൂബ് അല്ലേ? 0.1 മീറ്റർ ക്യൂബ് അല്ലേ? ഡെസിമീറ്റർ ക്യൂബ് പെർ ഡെസിമീറ്റർ ക്യൂബ്. അപ്പൊ ഇവിടെ ഡെസിമീറ്റർ ക്യൂബ് കേട്ടോ, വോള്യൂം ഡെസിമീറ്റർ ക്യൂബ്. ഇപ്പൊ 10 പവർ മൈനസ് 1 മീറ്റർ ക്യൂബ്, അപ്പോ 10 പവർ മൈനസ് 3 മീറ്റർ ക്യൂബ് എന്ന് വോള്യൂം വരും. ഇനി ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഓസ്മോട്ടിക് പ്രഷർ പൈ ഈസ് ഈക്വൽ ടു എച്ച് റോ ജി എന്നല്ലേ? എച്ച് റോ ജി. എച്ച് ഇവിടെ കണ്ടു 2 സെന്റിമീറ്റർ. എച്ച് 2 സെന്റിമീറ്റർ, 2 into 10 പവർ മൈനസ് 2 മീറ്റർ. റോ ഇവിടെ റോ 1 gram per centimeter cube. 1 gram per centimeter cube. ഗ്രാം കിലോഗ്രാം ആക്കുമ്പോ 10 പവർ മൈനസ് 3 കിലോഗ്രാം ആയി. സെന്റിമീറ്റർ മീറ്റർ ആക്കുമ്പോ 10 പവർ മൈനസ് 2 മീറ്റർ ഹോൾ റേസ് ടു മൈനസ് 3. അപ്പൊ എന്ത് വരും? 10 power minus 3 into 10 power 6 എന്ന് വരും. That will be 10 power 3 എന്ന് വരും. 10 power 3 kilogram per meter cube എന്ന് വരും കേട്ടോ.
So rho is 10 power 3 kilogram per meter cube. G yoda G തന്നിട്ടുണ്ട് 10 meter per second square. So it is 10. So what do you get? 10 power 3 10 power minus 2 10 10 100 into 2 200 എന്ന് കിട്ടും. So pi is 200 over. You can calculate molar mass M equal to 2 into 8.3 into 300 divided by 200 into ഇത് 10 power minus 3 10 power minus 3 അത് മേളിലേക്ക് പോകുമ്പോൾ 10 power 3 ആയി 1000 ആയി അല്ലെ. അപ്പോൾ ഈ 200ഉം ഇതും ക്യാൻസൽ ആയി. So you get 8.3 into 3 into 1000 അല്ലെ. 8.3 into 3 into 1000. നമുക്ക് ആൻസർ വേണ്ടത് 10 power 4ലാണ് കേട്ടോ. 10 power 4ലാണ്. 3 9 3 24. So 24.9 into 1000. 2.49 into 10 raised to 4. So the answer is 2.49. Answer is 2.49. That is the answer. 2.49. Okay. ചെറിയ ഒരു കാൽക്കുലേഷൻ ഈ ഭാഗത്ത് പൈ കണ്ടുപിടിക്കാനും അതുപോലെ ഈ വോള്യൂമിന്റെ കൺവേർഷനും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. യൂണിറ്റ് കൺവേർഷൻസ് മാത്രം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം. കാരണം R യൂസ് ചെയ്യുന്നത് SI സിസ്റ്റത്തിലാണ്. ഓക്കെ. നെക്സ്റ്റ്, an electrochemical cell is fueled by combustion of butane at 1 bar and 298 Kelvin. Its cell potential is X by F into 10 power 3 volt, where F is Faraday constant. Value of X is standard Gibbs energy of formation തന്നിട്ടുണ്ട്. Okay. So it is combustion of butane. Combustion of butane, C4H10 plus oxygen. You get 4 carbon dioxide plus 5 water. ശരിയല്ലേ? 4 carbon dioxide plus 5 water. അപ്പോൾ ഓക്സിജൻ എത്ര വരും? ഓക്സിജൻ എത്ര വന്നാലും നമുക്ക് വിഷയമില്ല, കാരണം ഇവിടെ അതൊരു പ്രശ്നമല്ല. 8 ഉം 5 13 ഓക്സിജൻ. അപ്പൊ ഇവിടെ 6.5 വരും. ദാറ്റ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് പോയിന്റ്. നമുക്ക് ഇതിന്റെ ഡെൽറ്റ ജി കണ്ടുപിടിക്കണം. That will be sum of delta G product minus sum of delta G reactants. Carbon dioxide വാല്യൂ -394 into 4 ചെയ്താൽ 3 16 36 36 37 3 12 3 15. ഇതാണ് കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ. വാട്ടറിന്റെ ഏതോ 16 36 36 37 3 12 3 15. വാട്ടറിന്റെ വാല്യൂ -237 into 5 5 35 5 35 3 15 3 18 2 10 1 11. ശരിയല്ലേ? 7 5 35 3 15 3 18 2 10 1 11. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 1185 6 5 11 8 8 16 6 1 7 2 -2761 അല്ലേ? -2761. ഇനി എന്ത് ചെയ്യണം? ഇത് സബ്ട്രാക്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദിസ് -2761 -18 എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോ 2761 18 സബ്ട്രാക്ട് ചെയ്താൽ 3 3 11 2 4 6 2743 എന്ന് വരും. -2743. So this is -2743. എവിടെയും തെറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുന്നു.
Okay, and that is equal to minus NF E cell. That is equal to minus NF E cell, right? Therefore, E cell is equal to 2743 divided by NF. അതില് എഫ് നമുക്ക് അവിടെയുണ്ട്, എഫ് നമുക്ക് അവിടെയുണ്ട്. ഇനി എൻ അറിഞ്ഞിരുന്നാൽ മതി. എൻ എത്ര വരിക? എൻ എത്ര വരിക? ഒരു ഓക്സിജന് 4 കിട്ടും. ഒരു ഓക്സിജന് എൻ ഫാക്ടർ 4. അപ്പോ 6.5 ഓക്സിജൻ എടുത്തു കഴിഞ്ഞാല് 14 20 64 24 20 14 20 64 24 26 എൻ ഫാക്ടർ 26 കിട്ടും. 1 മോൾ ഓക്സിജന് എൻ ഫാക്ടർ 4. അപ്പൊ 6.5 മോൾ ഓക്സിജന് എൻ ഫാക്ടർ ഇൻറ്റു 4 ചെയ്താൽ 26 കിട്ടും. 26 കിട്ടും. So that is equal to 2743 divided by 26. 2743 divided by 26 into 10 raised to 3 വോൾട്ടിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. into 10 raised to 3 വോൾട്ടിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇത് കിലോ ജൂൾസ് ആണ് കിട്ടും. ഇത്രയും കിലോ ജൂൾസ് ആണ്. ഇത് വരുമ്പോ ജൂൾസിലേക്ക് മാറ്റണ്ടേ? ജൂൾസിലേക്ക് മാറ്റുമ്പോ 10 raised to 3 എന്ന് വരണം. അപ്പോ 2743 into 10 raised to 3 ജൂൾസ് ആയി, ഡിവൈഡഡ് ബൈ 26 into എഫ്. അപ്പോ ഈ 10 raised to 3 എഫ് ഇവിടെ ഇരുന്നാൽ ഈ വാല്യൂ കിട്ടും. അപ്പൊ 26 ചെയ്ത് കഴിഞ്ഞാല് ഒരു 100 റേഞ്ചിലാണ് ആൻസർ. 100 റേഞ്ചിലാണ് ആൻസർ. ഒരു 100 പ്ലസ് എന്ന ആൻസർ കിട്ടും. ആൻഡ് ദി കറക്റ്റ് ആൻസർ ഈസ് യെസ് 105.5 എന്ന ആൻസർ കിട്ടും. 105.5 എന്ന ആൻസർ കിട്ടും. 105.5. റൈറ്റ്? സോ ഐ റിപ്പീറ്റ്. It is delta G naught equal to NF E naught cell. Therefore, E naught cell is equal to delta G naught by NF. Delta G naught എങ്ങനെ കണ്ടുപിടിക്കാം? ഇക്വേഷൻ എഴുതുക. Delta G for reaction is equal to delta G products minus delta G reactants. ഇതിന്റെ രണ്ടിന്റെയും വാല്യൂ ആഡ് ചെയ്യാം. അതിന്റെ വാല്യൂ സബ്ട്രാക്ട് ചെയ്യാം. Delta G for oxygen is 0. സബ്ട്രാക്ട് ചെയ്യാം. Delta G for reaction കണ്ടുപിടിക്കാം. ഇക്വേറ്റ് വിത്ത് മൈനസ് NF E naught ആൻഡ് സബ്ട്രാക്ട്. ഇനി N എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെരി സിമ്പിൾ. ഓക്സിജൻ നോക്കിയാൽ മതി. ഒരു ഓക്സിജന് എൻ ഫാക്ടർ 4 അറിയാമല്ലോ. അപ്പോ 6.5 മോൾ ഓക്സിജന് 4 into 6.5 you get 26. You get the answer. Okay, fine. അടുത്തത്, the sum of spin only magnetic moment values in Bohr magneton of MnBr6 3- and MnCn6 3-. മാംഗനീസ് എന്ന് പറഞ്ഞാൽ D5S2 ആണ്. ഇവിടെ മാംഗനീസ് 3+ ആണ്. കണ്ടറിയാലോ, മാംഗനീസ് 3+ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് D4 സിസ്റ്റം. അപ്പൊ ഇവിടെ 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ മാഗ്നറ്റിക് മൊമെന്റ് വിൽ ബി 4.9 ബോർ മാഗ്നറ്റോൺ. കമ്മിങ് ടു, കാരണം ഇത് ബ്രോമിനാണ്. ബ്രോമിൻ ഇസ് എ വീക്ക് ലിഗാൻഡ്. അപ്പോ അൺപെയറിംഗ് നടക്കത്തില്ല. നൗ കമ്മിങ് ടു ദിസ് സൈഡ്, അവിടെയും Mn3+ ആണ്, ഇവിടെയും Mn3+ ആണ്. പക്ഷെ സയനൈഡ് ആണ്. അപ്പൊ സയനൈഡ് ആവുമ്പോ എന്താ സംഭവിക്കുക? ഈ 4 എണ്ണത്തില് ഒരെണ്ണം പെയർഡ് ആവും. സോ ദർ വിൽ ബി 2 അൺപെയർഡ് ഇലക്ട്രോൺ. N equal to 2. സോ mu is equal to 2.8 ആ റേഞ്ചിൽ വരും അല്ലെ. അപ്പൊ 4.9ഉം 2.8ഉം 4.9ഉം 2.8ഉം 8ഉം 9ഉം 7 7 അല്ലെ, 7.7 അല്ലെ. 9ഉം 8ഉം 17 3ഉം 4ഉം 7 7.7. 7.7. It is 7.72. 7.72. It is taken 2.82. It is taken 2.82. 7.72. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, അടുത്തത്, a linear octasaccharide molar mass 1024 gram per mole on complete hydrolysis produces 3 monosaccharides, ribose, 2 deoxyribose and glucose.
The amount of 2-deoxyribose formed is 58.26% by weight of total amount of monosaccharides produced in hydrolyzed products. The number of ribose present in one molecule of octasaccharide എത്ര എന്നാണ് ചോദ്യം. അറിഞ്ഞിരിക്കുക, ഒരു ഒക്ടാസാക്രൈഡ് ഹൈഡ്രോളൈസ് ചെയ്യാൻ you are getting ribose, you are getting 2-deoxyribose and glucose. ഒരു ഒക്ടാസാക്രൈഡ് ഹൈഡ്രോളൈസ് ചെയ്യാൻ എത്ര വാട്ടർ വേണം? ഒരു ഡൈസാക്രൈഡ് ഹൈഡ്രോളൈസ് ചെയ്യാൻ ഒരു വാട്ടർ വേണം. അപ്പോ ഒക്ടാസാക്രൈഡ് ഹൈഡ്രോളൈസ് ചെയ്യാൻ 7 വാട്ടർ മോളിക്യൂൾസ് വേണം. ശരിയല്ലേ? അപ്പൊ ഇവിടെ 7 വാട്ടർ മോളിക്യൂൾസ് വേണം. ഇതിന്റെ മാസ് 1024 ആണ്. എങ്കിൽ ഇതിന്റെ ടോട്ടൽ മാസ് എന്ത് വരും? 7 × 18, 70 7 8 56, 126 ചെയ്താൽ 10 5 11. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ മാസ്. 1150 ആണ് ടോട്ടൽ മാസ്. അതിന്റെ the amount of 2-deoxyribose ഇത് ഫോം ചെയ്തിരിക്കുന്നത് 58.26% ആണ്. മനസ്സിലായോ? ഇതിന്റെ 58.26% ആണ് 2-deoxyribose. So you can find out 58.26 equal to 2-deoxyribose 134 കിട്ടും. 134 into x into 100 divided by 1150. You can find out x. എന്ന് വെച്ചാൽ എത്ര ഡിയോക്സിറൈബോസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാം. x is equal to 1150 into 58.26 divided by 134 into 100. 134 into 100. ഈ 100 ഇവിടെ ക്യാൻസൽ ചെയ്താൽ ഒരു 0.6 വരും. 0.6ഉം 1000 എടുത്തു. അപ്പോൾ 600 റേഞ്ച്. 600 by 134 എന്ന് പറയുമ്പോൾ ഒരു ക്ലോസ് ഫിഗർ വരണം. അപ്പൊ നിയർലി 5 വരും കിട്ടും. നിയർലി 5 വരും. അതിപ്പോ നമുക്ക് കൃത്യം വർക്ക്ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിയർ ഫിഗർ നോക്കിയാൽ മതി. കാരണം ഒരു ഡിജിറ്റ് ആയിരിക്കുമല്ലോ, ഒരു നമ്പർ ആയിരിക്കുമല്ലോ, അല്ലെ? ഇത് നോക്കിയാൽ തന്നെ അറിയാം. നോക്ക്, 58.5 എന്ന് പറയുമ്പോൾ 0.6 ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 600 ചില്ലാനും വരും. അപ്പൊ ഇതൊരു 5 ടൈംസ് വന്നാലാണ് 600 ചില്ലാനും വരും. അപ്പോ എക്സ് ഒരു 5 ടൈംസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ കോൺട്രിബ്യൂഷൻ എത്ര വരിക? 5 × 134. എത്ര ഇടാം? 5 × 134. 4 20, 5 15 2 17, 5 6 670 ആണ് ഇയാളുടെ കോൺട്രിബ്യൂഷൻ. അപ്പൊ ബാക്കി രണ്ടുപേരുടെ കോൺട്രിബ്യൂഷൻ എന്ത് വരും? 670 സബ്ട്രാക്ട് ചെയ്യും. 7 8 7 15, 7 3 480 ആണ് ഇവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ. ഇയാളുടെ കോൺട്രിബ്യൂഷൻ 670, 5 എണ്ണം കിട്ടും. 5 എണ്ണം എന്ന് വെച്ചാൽ ഇവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ, ഇയാളുടെയും കോൺട്രിബ്യൂഷൻ 480, റൈറ്റ്? അതിൽ ഇയാളുടെ മാസ് 150 ആണ്, ഇയാള് 180 ആണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. ഇയാള് ഒരെണ്ണം, അപ്പൊ 180. ഇയാള് 2 എണ്ണം, അപ്പൊ 300. ഇത് 300ഉം ഇത് 180, അപ്പൊ 480 ആയി. സോ നമുക്ക് ആരുടെ കണ്ടുപിടിക്കേണ്ടത്? നമ്പർ ഓഫ് റൈബോസ് യൂണിറ്റ്സ് ആണ് ചോദ്യം. നമ്പർ ഓഫ് റൈബോസ് യൂണിറ്റ്സ് ആണ്. ആൻസർ ഈസ് 2. ആൻസർ ഈസ് 2. നോക്കുക, ചോദ്യം പോകുന്ന ഒരു സ്റ്റൈല് നോക്കുക. അപ്പൊ എങ്ങനെയാ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക? ആദ്യം തന്നെ ഒരു ഒക്ടാസാക്രൈഡ് ഹൈഡ്രോളൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡൈസാക്രൈഡിന് ഒരു വാട്ടർ മോളിക്യൂള്, ഒക്ടാസാക്രൈഡ് വന്നു കഴിഞ്ഞാൽ 7 വാട്ടർ മോളിക്യൂൾ വേണം. ഇതിന്റെ മാസ്
1024, 7 വാട്ടർ മോളിക്യൂൾ 126 കൂട്ടിയാൽ 1150 എന്ന് ടോട്ടൽ പ്രോഡക്റ്റ് വരും. അതിന്റെ 58.26% 2-ഡിയോക്സി റൈബോസ്. അപ്പൊ അതിൽ നിന്ന് എത്ര 2-ഡിയോക്സി റൈബോസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയെന്ന് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് റിമൈനിങ് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാം. റിമൈനിങ് കോൺട്രിബ്യൂഷൻ കിട്ടുന്ന മൊമെന്റിൽ തന്നെ ആൻസറിലേക്ക് ലാൻഡ് ചെയ്തു. കാരണം ഇയാള് 180ഉം ഇയാള് 150ഉമാണ്. ഇതിന്റെ ഏത് കോമ്പിനേഷനാണ് 480 വരിക? ഇത് ഒരെണ്ണം 180, ബാക്കി 300, ഇത് രണ്ടെണ്ണം. ഫിനിഷ്ഡ്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ദ രണ്ട് that is the answer, and that in fact is the last question, right? അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ 2 എപ്പിസോഡുകളിലായിട്ട്, ഇതിന്റെ മുന്നത്തെ വീഡിയോയും ഈ വീഡിയോയും 2 വീഡിയോയിലായിട്ട് JEE അഡ്വാൻസ്ഡ് 2025 എല്ലാ കെമിസ്ട്രി ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. റൈറ്റ്? നന്നായിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ആ കണ്ടന്റ് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ചോദ്യം വന്നിരിക്കുന്ന പാറ്റേൺ എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക. JEE അഡ്വാൻസിന് വരുന്ന ചോദ്യങ്ങളുടെ ഒരു ടിപ്പിക്കൽ ക്ലാസ് ഓഫ് കോംപ്രഹെൻഷൻ ലിങ്ക്ഡ് ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു ചാപ്റ്ററിൽ തന്നെ അല്ലെങ്കിൽ വ്യത്യസ്ത ചാപ്റ്ററിൽ തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ലിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ്, പ്രത്യേകിച്ചും ഓർഗാനിക് ആണെങ്കിലും ശരി മറ്റു ചാപ്റ്റർ ആണെങ്കിലും ശരി, ലിങ്ക് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചോദിക്കുന്നത്, അത് ക്രാക്ക് ചെയ്യാൻ ഒരു കോൺസെപ്ച്വൽ ഡെപ്ത് എങ്ങനെ ഉണ്ടായാലാണ് ചെയ്യാൻ പറ്റുക എന്നുകൂടെ മനസ്സിലാക്കി അതിനനുസരിച്ച് പഠിക്കാൻ എല്ലാവരും ശ്രമിക്കുക. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. വിത്ത് മോർ ഓഫ് ദിസ് കണ്ടന്റ് ഓഫ് വീഡിയോസ് we can tune into our channel. Till then, bye, see you, take care, good night.